Hello guys, welcome back. It's me Vaika. So ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ എൻ്റെ 8th ക്ലാസ് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് വീഡിയോ ഫസ്റ്റ് ചെയ്യണം എന്നൊരു കൺഫ്യൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്താ പറയുക, എക്സാമിൻ്റെ റിവ്യൂസ് വേണോ, അതേപോലെ തന്നെ 8th സ്റ്റാൻഡേർഡിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും വേണമെന്ന്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മോസ്റ്റ് എന്ന് അറിയാനില്ല, അപ്പം കൂടുതലും നമുക്ക് വോട്ട് കിട്ടിയത് 8th എക്സ്പീരിയൻസിനാണ്. ഇപ്പോൾ വോട്ട് കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഫസ്റ്റ് നമുക്കിത് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഗൈസ്, നമ്മുടെ 8th സ്റ്റാൻഡേർഡ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എക്സാമും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, തീർന്നു, അതോടെ തീർന്നു. അപ്പോൾ ഇനി നമുക്ക് ഉള്ളത് 9th സ്റ്റാൻഡേർഡാണ്. സോ 8th എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ കണ്ടാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അവിടെ ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. കം ഓൺ. എന്താ വെക്കേഷൻ മോഡ് ഓൺ ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. മൊത്തത്തിൽ എൻ്റെ 8th സ്റ്റാൻഡേർഡ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. 8th സ്റ്റാൻഡേർഡ് ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ, എക്സ്പെക്റ്റേഷനെ കൊണ്ട് പോയതാണ്. അതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെ എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടമായിട്ടില്ല. ക്ലാസ്സൊന്നും ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ എന്നാലും എന്തൊക്കെയോ ഒരു വ്യത്യാസം. അത് ചിലപ്പം നമ്മൾ ഇത്രയും എന്താ പറയുക, യുപിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഹൈസ്കൂളായതിൻ്റെ മാറ്റങ്ങളായിരിക്കും, പുതിയ സ്കൂളുകളായതുകൊണ്ടും ഒക്കെ കൂടി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ 9th കൊളാവാണ്ട് നിന്നാൽ മതിയായിരുന്നു. 9th 10th ഒക്കെ ഓക്കെ. അപ്പോൾ 8th എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ വേഗം ക്ലാസ്സും ഒക്കെ വേഗം തന്നെ തീർന്നു. എത്ര പെട്ടെന്നാണ് തീർന്നതെന്നറിയോ, ഈ ഒരു വർഷം തന്നെ, ഒരു അക്കാദമിക് ഇയർ തന്നെ പെട്ടെന്നായിരുന്നു തീർന്നത്. അതൊരു നല്ലൊരു കാര്യമായിരുന്നു, പെട്ടെന്ന് തന്നെ തീർന്നല്ല. സോ 8th കുറിച്ച് പറയുക വെച്ചാൽ വലിയ രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പോരാൻ തന്നെ യുപിന്ന് ഇങ്ങനെ ഹൈസ്കൂളിലേക്ക് മാറുമ്പം ഒരുപാട് വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, കൊല്ലം താണ്ടിയിട്ടാണ് ഈ ഒരു വർഷം കഴിഞ്ഞത്. ഇപ്പോൾ ഒരുപാട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതായത് ഞങ്ങളുടെയൊക്കെ ബാച്ച് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആ സിലബസ് മാറുന്നതും ബുക്ക് ചേഞ്ച് ആവുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ PYQ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ രീതിക്കില്ല. അതുകൊണ്ട് തന്നെ സിലബസ് മാറിയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നം 7th സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ സിലബസുമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഹൈസ്കൂളിലേക്ക് അല്ലെങ്കിൽ 8th സ്റ്റാൻഡേർഡിലോട്ടായപ്പം ആ വർഷം സിലബസ് മാറി, ബുക്ക് ചേഞ്ചായി, PYQ ഇല്ല, പ്രഡിക്ഷൻ ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കാം, സോറി ഗൈസ്. ഓക്കെ. അതേപോലെ തന്നെ 8th സ്റ്റാൻഡേർഡിലായപ്പം കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സിലബസുമായിട്ട് നേരിടേണ്ടി വന്നു. പക്ഷെങ്കിൽ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഫിസിക്സ് പൊതുവേ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, എനിക്ക് ഫിസിക്സ് എന്താ പറയുക, ചാപ്റ്റേഴ്സൊന്നും കുഴപ്പമില്ല, പക്ഷേങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ലാസ്സസും കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, നമ്മുടെ മൈൻഡിലേക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സോഷ്യലിനെ എനിക്ക് ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസ് ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ സയൻസ് വെച്ചിട്ട് പറയാച്ചാൽ തന്നെ എന്താ വലിച്ച് നീട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയതാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയത് വലിച്ച് നീട്ടിയിട്ട് കുറേ ഉണ്ട് പഠിക്കാൻ. 13 ചാപ്റ്റർ ഉണ്ട്. അതിലും ഒരുപാട് കണ്ടൻസും കാര്യങ്ങളും കോൺസെപ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പിന്നെ മാത്സ് ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും നോയ്സ് ഉണ്ട് ഗൈസ് ഇവിടെ. ഇതെന്താ ഈ ഓട്ടോ പോവാത്ത? മാത്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. എൻ്റെ എന്താ പറയുക, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഈ ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്സ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ബയോളജി ഫസ്റ്റ് എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ചില സമയത്തൊക്കെ, ചില കോൺസെപ്റ്റ്. ബട്ട് ബയോളജി എനിക്ക് ആദ്യം ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ്, കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സബ്ജക്റ്റായിട്ട് ബയോളജി മാറി. പിന്നെ കെമിസ്ട്രിയെ പറ്റി പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കെമിസ്ട്രിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഫിസിക്സ് അറിയിച്ചാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത, മാർക്ക് കുറയുന്ന വേറൊരു സബ്ജക്റ്റാണ് ഫിസിക്സ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്ജക്റ്റ് തന്നെയാണ്. ആൻഡ് ഗൈസ്, ഇനി
എയ്ത്ത് സ്റ്റാൻഡേർഡിൽ എൻ്റെ ഒരു ബെസ്റ്റ് മൊമെൻറ്റും അതേപോലെ എക്സ്പീരിയൻസും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ട്യൂഷന് ചേർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതല്ല ബെസ്റ്റ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റൊക്കെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. 7th സ്റ്റാൻഡേർഡിൽ ഞാൻ നല്ല പഠിക്കാറൊക്കെ ഉണ്ട്. ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചിരിക്കുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നാണ്. എനിക്ക് അങ്ങനെ പഠിക്കുക എന്നുള്ള പൊസിഷനിൽ പോകണ്ട, ഉഴപ്പി എന്നുള്ള പൊസിഷനിൽ പോകണ്ട, അത്യാവശ്യം പഠിച്ചാൽ മതി എന്നൊരു കോൺസെപ്റ്റായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. 7th നിന്നൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ 8th നിന്ന് ഫസ്റ്റൊക്കെ ഞാൻ അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. ആ ഫ്ലോയിൽ അങ്ങ് പഠിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓണം എക്സാമിന് നല്ല മാർക്കും ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആൻഡ് മൈ മോസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട ഒരു എന്താ പറയുക മൊമെൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ ഞാനത് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്നാൽ ഓൺ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ ഓൺ എക്സാമിൻ്റെ ടൈമിൽ എക്സാം പേപ്പർ തന്നു കഴിഞ്ഞാൽ പിന്നെ PTA മീറ്റിംഗ് പാരൻസ് മീറ്റിംഗ് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറായിരുന്നു പോയത്. അപ്പോൾ എന്താ പറയുക, അത് സാധാ പോലെ തന്നെ നിന്നു. പിന്നെ നമ്മളാണെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ തിന്നാൻ പോകും, അപ്പുറം പോകും, അങ്ങനെ ചുറ്റിക്കാണൊക്കെ ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പാരൻസ് മീറ്റിംഗ് എടുക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി അപ്പുറം പോവുക തിന്നുക. ഞാൻ ലേസ് തിന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അന്നേരം ഒരു കുട്ടി വന്നിട്ട് പറയുന്നു, എന്നെ ടീച്ചറെ വിളിക്കുന്നു പറഞ്ഞ് വിചാരിച്ച് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആരെയോ വിളിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെന്നു. അന്നേരം വേറൊരു ഇംഗ്ലീഷിൻ്റെ മിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മിസ് പറഞ്ഞ് 7th സ്റ്റാൻഡേർഡിൽ എവിടെയാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഈ സ്കൂളിലെന്നൊക്കെ പറഞ്ഞ്, പിന്നെ ആടെയും ക്ലാസ് ടോപ്പർ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെയൊന്നും ഇല്ലയെന്ന് എനിക്ക് അന്നേരം കത്തിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഇവിടെ നിൽക്ക് പോവല്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ഒക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ഓൺ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ക്ലാസ് ടോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ഞാനിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് അറിഞ്ഞത്. അപ്പം ഞാനോ എന്നുള്ളൊരു റിയാക്ഷനാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. പഠിപ്പിക്കുന്നുള്ളതിനോ ഉഴപ്പിക്കുന്നുള്ളതിനോ ഞാൻ പറഞ്ഞില്ല. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ നന്നായിട്ട് ഉഴപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് 9th എത്തുമ്പോൾ നമ്മളതൊക്കെ ശരിയാക്കും. പ്രോമിസ് ടു മീ, സെൽഫ് പ്രോമിസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ട് എവിടെയായിരുന്നു? അപ്പോൾ അതായിരുന്നു എൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ്. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ എൻ്റെ ബ്രദറായിരുന്നല്ലോ വന്നത്. അപ്പോൾ ഓൻ്റെയൊക്കെ റിയാക്ഷൻ കാണുന്നതിന് അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് മെഡലൊക്കെ കിട്ടി. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം, ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ് ഇൻ 8th സ്റ്റാൻഡേർഡിൽ. അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു സംഭവമായിരുന്നു. നമ്മൾ പുതിയ സ്കൂളിലോട്ടേ മാറിയോണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അതുപോലെ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ആദ്യമൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് 8th സ്റ്റാൻഡേർഡ് വലിയതായിട്ട് എന്താ പറയുക ഇഷ്ടമായില്ല. പക്ഷെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചതുകൊണ്ടാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളധികം എക്സ്പെക്റ്റേഷൻ വെക്കാത്തതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആൻഡ് നെക്സ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയാം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ 7th സ്റ്റാൻഡേർഡ് UP സെക്ഷൻ നമ്മൾ ഹൈസ്കൂളിലേക്ക് മാറുകയാണല്ലോ, ഈ 7 to 8. ആ ടൈമിൽ എന്ന് പറയുമ്പം 7th എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ UP സെക്ഷനൊക്കെ നമുക്ക് ടീച്ചർമാർ ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് വായിച്ച് അത് മനസ്സിലാക്കി തരും ഒക്കെ ചെയ്യൂലേ. മനസ്സിലാക്കുമ്പോൾ നമുക്ക് അന്നേരം മനസ്സിലാവും. ടീച്ചർ ഒന്നും ഇങ്ങനെ പറയുമ്പം നമുക്ക് അതിൽ കൂടെ ഒരു ഹിൻ്റൊക്കെ കിട്ടി നമുക്ക് ആൻസറിലോട്ടേക്ക് എത്തും. പക്ഷേങ്കിൽ 8th സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ഹൈസ്കൂളിലേക്ക് മാറുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് നമ്മൾ സ്വന്തം ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം. നല്ലത് പഠിച്ച ആൾക്കാരെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. മറിച്ച് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ പോകുന്ന വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കഷ്ടപ്പെട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും സിലബസിലായാലും. അതേപോലെ തന്നെ പാറ്റേൺ, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ 7th സ്റ്റാൻഡേർഡ് വരെ UP സെക്ഷന് അതൊക്കെ ഒരേ പാറ്റേണിലാണ് 5ാം ക്ലാസ് തൊട്ടിട്ട് 7ാം ക്ലാസ് വരെ ചിലപ്പോൾ ഒരേ പാറ്റേണിലാണ് പോയത്. പക്ഷേങ്കിൽ 8th എത്തുമ്പം 7th പോലെയല്ല പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇപ്പോൾ 7th നിന്ന് 8th ആവുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ.
ഓക്കെ, അത്രയ്ക്ക് അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ട്യൂഷന് ചേരണോ വേണ്ടിയോ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ട്യൂഷന് ചേർന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാ വെച്ചാൽ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് തന്നെ എന്താ പറയുക പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ചേരണ്ട. മറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതുണ്ടെങ്കിൽ മാത്രം ട്യൂഷന് ചേരുക. നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിനെക്കാട്ടും ഞാൻ പ്രിഫർ ചെയ്യുക ഓഫ്ലൈനാണ്. കാരണം ഓഫ്ലൈൻ ആകുമ്പം അതിൻ്റെ ഇതിലൂടെ പഠിക്കാൻ പറ്റും. അതായത് നമുക്ക് ഒന്നാമത് തന്നെ ഈ അടിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ അതുവഴി പഠിച്ചു പോകും. എക്സാംസ് ഉണ്ടെങ്കിൽ അതുവഴി പഠിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഓഫ്ലൈനാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. പിന്നെ ഓൺലൈൻ എന്ന് പറയുക ഒരുപാട് സാഹചര്യ സമ്മർദ്ദം മൂലം ഓൺലൈനിൽ ചേരാമെന്നുള്ളൂ. രണ്ടും ബെറ്ററാണ്. ബട്ട് ഐ പ്രിഫർ ഓഫ്ലൈൻ ട്യൂഷൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് ട്യൂഷൻ ചേർന്നത് വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും എനിക്ക് വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എക്സാമിൻ്റെ തലേന്ന് പോലും ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഓൺ എക്സാമിന് മാത്രം നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു എക്സാമിനും, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ആനുവൽ എക്സാം ആയിക്കോട്ടെ, മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. എൻ്റെ അമ്മോ, ഇങ്ങനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് ആനുവൽ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ. പാസ്സാവുമായിരിക്കും, പാസ്സാവും. അപ്പോൾ ട്യൂഷൻ്റെ കുറച്ച് ഒരു ഓർമ്മയൊക്കെ ഉള്ളത് കൊണ്ടാണ് എക്സാം കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ പറ്റിയത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാണ്ട് പോകരുത് കേട്ടോ. ഞാൻ പ്രത്യേകം പറയുകയാണ്, 8th സ്റ്റാൻഡേർഡിലാണെങ്കിൽ പോലും നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഇനിയിപ്പം 9th-ലോട്ടേക്കാണ്. 9th-ൻ്റെ കാര്യം അറിയില്ല. ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫിസിക്സ് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാ, ഫിസിക്സ് മാത്സൊക്കെ മറിച്ചിട്ടപ്പോൾ എൻ്റെ കിളി പറന്ന് പോയി കൂട്ടുന്നത്. എൻ്റെ മക്കളെ ഈ ഫിസിക്സിൻ്റെ ഒക്കെ കാര്യം എനിക്കറിയില്ല എന്താവും. എനിവേ, നമ്മൾ വെക്കേഷൻ്റെ സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 9th സ്റ്റാൻഡേർഡിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. വീഡിയോ അത്യാവശ്യം ലാഗായി എന്ന് തോന്നുന്നു. സോ നിങ്ങളുടെ 8th എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. ഇനി 7th-ന്ന് 8th-ലോട്ടേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അവർക്ക് നന്നായിട്ട് പഠിക്കുക കേട്ടോ, അത് തന്നെ പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ആൻഡ് അടിപൊളിയായിട്ട് പഠിക്കുക. പാറ്റേൺസൊക്കെ വേറെയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഒക്കെ PYQ ഉണ്ടാവും. ഞങ്ങളുടെ PYQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം സിലബസ് മാറിയോണ്ട് തന്നെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് PYQ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏകദേശം ഒരു മോഡൽ വെച്ചിട്ടാണ്. പിന്നെ സമഗ്ര ഇങ്ങനെ ഓരോന്ന് ഇറക്കുമല്ലോ മോഡൽ എക്സ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് വെച്ചിട്ടൊക്കെ പഠിച്ചതാണ്. സോ എന്തായാലും നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. പുതിയൊരു അക്കാദമിക് ഇയർ നന്നായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതിലേക്കും ഇറ്റ്സ് മീ വൈഗ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.